സൂചിപ്പാറ വനമേഖലയിൽ സൈന്യവും വനപാലകരും ഹെലികോപ്റ്ററിലെത്തി നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. 4 കിലോമീറ്ററാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. നാളെയും ദൗത്യം തുടരും. കരയിലൂടെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്താണ് 12 പേരടങ്ങുന്ന ദൗത്യസംഘം ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത്. ബിജു പങ്കജ് വിവരങ്ങൾ നൽകും. ബിജു, സാധ്യമായ എല്ലായിടത്തും ദുർഘടമായ ഇടങ്ങളിലും ഒക്കെയും ഒറ്റപ്പെട്ട ഒരിടം പോലും വിട്ടുപോകാതെ തെരച്ചിൽ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി വൈകുന്നേരവും ആവർത്തിച്ചത്. അങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിൽ നടന്നത്. അത് പക്ഷേ ആ തെരച്ചിൽ വിഫലമായി മാറുകയും ചെയ്തു. നാളേക്കുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, രാവിലെ 8:30-ക്കാണ് ഈ ദൗത്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ 3.5 മണിക്കൂർ വൈകിയാണ് ഈ ദൗത്യം തുടങ്ങിയത്. സൂചിപ്പാറ മുതൽ നിലമ്പൂർ സൈഡിലേക്കുള്ള വനമേഖലയിലാണ്, അവിടുത്തെ പുഴയോരങ്ങളിലുമാണ് പരിശോധന പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ഇന്നത്തെ ഈ മിഷനിൽ 6 കിലോമീറ്റർ ദൂരം, സൂചിപ്പാറ മുതൽ 6 കിലോമീറ്റർ ദൂരമാണ് പരിശോധന നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ദൗത്യം വൈകി തുടങ്ങിയത് മൂലം 4 കിലോമീറ്റർ മാത്രമാണ് പരിശോധനയ്ക്കായിട്ട് ഇവർക്ക് കഴിഞ്ഞത്. ഏതാണ്ട് 12 അംഗ സംഘമാണ് ഈ സംഘത്തിലുള്ളത്. സംസ്ഥാന വനംവകുപ്പിലെ 2 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ, അതുപോലെ 4 സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ, ബാക്കി ആർമിയുടെ ഗ്രൂപ്പുകൾ. ഇവരെ ഹെലികോപ്റ്ററിൽ താഴേക്ക് പ്രത്യേക സംവിധാനം വഴി ഇറക്കി ആ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ് ചെയ്തത്. ഇന്ന് 4 കിലോമീറ്ററാണ് ഇവർ തരണം ചെയ്തത്. ആദ്യത്തെ ടീം ഇപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ പരിശോധന നടത്തിയ സംഘങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചു. അവർ പറയുന്നത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഭയങ്കര സ്മെല്ലുണ്ട്. ഈ മൃതദേഹങ്ങൾ അഴുകിപ്പോയതിൻ്റെ സ്മെല്ലാകാം അത്. പക്ഷേ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കാര്യമായ ദുർഗന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ അഴുകി എന്ന് വേണം കരുതാൻ. ഒരു മൃതശരീരത്തിൻ്റെ അവശിഷ്ടം എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ADGP MR അജിത്കുമാർ ഈ ഹെലികോപ്റ്ററിൽ അവിടെ ആ മേഖലയിലേക്ക് നിരീക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഉണ്ട്. അതിനുശേഷം ബാക്കിയുള്ള 6 പേരെ കൂടി ഹെലികോപ്റ്ററിൽ അവർ തിരികെ എത്തിക്കും. ആദ്യ ദിവസം ഫലം കണ്ടില്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ നാളെയും പരിശോധന തുടരുമെന്നാണ് ആർമി വൃത്തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. അതുകൊണ്ട് തന്നെ അവർ നാളെയും ഹെലികോപ്റ്റർ ദൗത്യം തുടരാനാണ് സാധ്യത. ഇന്ന് 6 കിലോമീറ്ററാണ് പ്ലാൻ ചെയ്തെങ്കിൽ ഇന്ന് 4 കിലോമീറ്റർ മാത്രമേ പരിശോധന നടന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങൾ നാളെ പൂർത്തിയാക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സംഘാംഗങ്ങളും ADGP MR അജിത്കുമാറും അല്പസമയത്തിനുള്ളിൽ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങും. ഇന്നത്തെ ദൗത്യം ഒരു ഫലം കാണാതെ പൂർത്തിയാക്കും. ശരി, ബിജു പങ്കജാണ് വിവരങ്ങൾ നൽകുന്നത്.